Hi friends, today we will discuss the topic Nagorno-Karabakh. Geographical position of the Nagorno-Karabakh is a very important place because of the dispute area of the Armenia and Azerbaijan. Armenian Azerbaijan dispute area ആണ് Nagorno-Karabakh എന്ന് പറയുന്നത്. ഇതിന്റെ geographical position ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Is a mountainous Karabakh already Nagorno-Karabakh is called as mountainous Karabakh and also called Artsakh. Artsakh എന്നും mountainous Karabakh എന്നും ഇതിനെ അറിയപ്പെടും. കൂടുതലും മൗണ്ടെയിൻസും പിന്നെ ഫോറസ്റ്റ് ഒക്കെ ഉള്ള റീജിയൻ ആണ് ഈ നഗോർണോ-കറാബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്പ്യൂട്ടഡ് ഏരിയ. ഇത് മാത്രമല്ല, ഇത് സൗത്ത് കൗക്കാസസിൻ്റെ ലാൻഡ് ലോക്ക്ഡ് റീജിയൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ്സ് ലാൻഡ് ലോക്ക്ഡ് റീജിയൻ ഇൻ സൗത്ത് കൗക്കാസസ്. What is the positions of geographical position of Nagorno-Karabakh? Nagorno-Karabakhiൻ്റെ geographical position എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ പ്ലേസ് ബിറ്റ്വീൻ ദ അർമേനിയ ആൻഡ് അസേബൈജാൻ. അപ്പോൾ അർമേനിയയുടെയും അസേബൈജാനിൻ്റെയും ഇടയിലുള്ള ഒരു പ്ലേസ് ആണ് ഈ നഗോർണോ-കറാബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കറാബാക്ക് അല്ലെങ്കിൽ ആർട്സാക്ക് റീജിയൻ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ദ അർമേനിയ. That's called Artsakh. Artsakh എന്ന് പറയുന്ന റിപ്പബ്ലിക് സ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് നഗോർണോ-കറാബാക്ക് എന്ന് പറയുന്നത്. ഇത് അർമേനിയയിലാണ്. പക്ഷേ ഇൻ്റർനാഷണലി ഇതിനെ അസേബൈജാനിൻ്റെ പ്ലേസ് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻ്റർനാഷണലി നഗോർണോ-കറാബാക്ക് ഈസ് ദ പ്ലേസ് ഓഫ് അസേബൈജാൻ. അപ്പോൾ അസേബൈജാൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ ഉള്ളത്. നഗോർണോ-കറാബാക്ക് എവിടെയാണ്? ഇതാണ് അസേബൈജാൻ, ഇതാണ് അർമേനിയ. നെക്സ്റ്റ്, വിച്ച് കൺട്രീസ്? ഇപ്പോൾ വിച്ച് കൺട്രീസ്, ഏതൊക്കെ കൺട്രീസാണ് അസേബൈജാനെയും അർമേനിയയും ഉള്ള നൈബേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അസേബൈജാൻ്റെയും അർമേനിയൻ്റെയും ഒക്കെ നൈബേഴ്സ് എന്ന് പറയുന്നത് ജോർജിയ ഉണ്ട്, റഷ്യ ഉണ്ട്, ഇറാനുണ്ട്, തുർക്കിയുണ്ട്. അപ്പോൾ ഇവിടെ നഗോർണോ-കറാബാക്ക് വരും. അപ്പോൾ റഷ്യയാണ് ഈ അസേബൈജാൻ്റെയും അർമേനിയൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഒരു റെസൊല്യൂഷന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ റഷ്യയാണ് അസേബൈജാൻ്റെയും അർമേനിയൻ്റെയും ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ ഡിസ്പ്യൂട്ടഡ് ഏരിയ. Another important geographical politics in this place is Caspian Sea. കാസ്പിയൻ സീ ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു ജോഗ്രഫിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഈ സീ, ഏതെങ്കിലും ഒരു സീ അടുത്തുണ്ടാകുന്നുള്ളത് നോക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീ ഒക്കെ, കാസ്പിയൻ സീ ഒക്കെ നമ്മൾ ജോഗ്രഫിക്കൽ പൊളിറ്റിക്സിന് യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഇൻ്റർനാഷണലിൽ തന്നെ ഉണ്ട്, വേൾഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അർമേനിയയുടെ അസേബൈജാൻ്റെയും റഷ്യൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു സീ എന്ന് പറയുന്നത് കാസ്പിയൻ സീ ആണ്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നഗോർണോ-കറാബാക്ക് ഉള്ളത്. അസേബൈജാൻ്റെയും അർമേനിയയുടെ ഇടയിലുള്ള ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ് എന്ത് നഗോർണോ-കറാബാക്ക് എന്ന് പറയുന്നത്. കാസ്പിയൻ സീ ആണ് ഇതിന് ചുറ്റുമുള്ള ഒരു സീ എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിക്കലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്ലേസ് ആണ്. അപ്പോൾ കാസ്പിയൻ സീ